ഇടി നീ ആരെയാ വിളിക്കുന്നേ? SP യാ. അവരിങ്ങോട്ട് എത്താന്നല്ലേ പറഞ്ഞത്? എത്താറായെങ്കിൽ വരണ്ടാന്ന് പറയാനാ ഞാൻ വിളിക്കുന്നേ. ആന്തിനാ? നിങ്ങക്ക് മനസ്സിലായില്ലേ? അവനെ രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നേ. ഇപ്പൊ പോലീസ് ഈ കേസിൽ ഇടപെട്ടാ അത് നമുക്ക് കുഴപ്പമാവും. സാറേ പോലീസിനോട് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന് പറ. ഇവിടെ കാര്യങ്ങൾ തൽക്കാലം സോൾവ് ആയിട്ടുണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ സാർ, ശരി. അതെ, നമ്മൾ വിചാരിച്ച പോലെയല്ല, അവൻ വലിയൊരു കെട്ടാ കെട്ടിയിരിക്കുന്നത്. ഈ വക്കീൽ അത്ര വലിയ പിടിയാണോ? ശരണ്യമൂർത്തി കേസ് ഏറ്റെടുക്കണമെങ്കിൽ അതിലൊരു കുഴപ്പമുണ്ട്. അവൻ പറഞ്ഞത് വെറുതെ വാദിക്കുമെന്നല്ലേ? വെറുതെയാ. 3-4 ലക്ഷം കൊടുക്കണം. അതിനവന്റെ പൈസ എവിടുന്ന? അത് അവള് സമ്പാദിച്ചത് കാണുമല്ലോ. അല്ലെങ്കിൽ അവളുടെ കയ്യിലെ വക്കീലന്മാരെ മയക്കാനുള്ള അടവ് കാണും. അതുകൊണ്ട് ശരണ്യമൂർത്തി കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു സീനിയർ വക്കീലിനെ വെക്കാം. എടി നിനക്ക് സീനിയറോ? ആന്തിനാ? വേണം. ഞാൻ നേരിട്ട് നിന്നാ ശരിയാവത്തില്ല. കുടുംബ വക്കീൽ കേസ് നടത്തുന്നല്ല എല്ലാരും പറയുന്നത്. എന്തിനാ അങ്ങനൊക്കെ പറയിക്കുന്നത്? അതൊന്നും ആയിരിക്കത്തില്ല. ആ കൊടുവോളി പറഞ്ഞ പോലെ നിനക്ക് ഒരു കോടതിയിലും കയറാൻ പറ്റത്തില്ലായിരിക്കും. എന്തുവാടി അതിന്റെ കാര്യം? അത് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജുമായിട്ട് ചെറിയൊരു ഇഷ്യൂ. എന്നെ ഒന്ന് ഒതുക്കാൻ നോക്കിയതാ. ഞാൻ നിന്നു കൊടുക്കുവോ? പക്ഷെ ബാർ അസോസിയേഷൻ ഇടപെട്ട് കുറെ പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചു. അതെന്തായാലും നന്നായി. ഇപ്പൊ ഏത് വക്കീലിനെ വയ്ക്കാൻ പോകുന്നേ? അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ ഇവരെ എല്ലാവരും ഇങ്ങനെ നിർത്തിക്കാന്നാണോ? തൽക്കാലം ഇങ്ങനെ നിർത്താനേ പറ്റൂ. ഞാൻ കേസൊന്ന് പഠിക്കട്ടെ. അഡ്വക്കേറ്റ് ഷാജഹാൻ സാറുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. നമ്മുടെ ഈ വിൽപത്രമേ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെന്ന് ശരണ്യമൂർത്തി സാറിന് മനസ്സിലായി. സാർ അതിന്റെ റൂട്ടും കണ്ടുപിടിച്ചു. അതല്ലേ അവരാ രജിസ്ട്രാറിന്റെ കാര്യം പറഞ്ഞത്? അവരിത്ര മൂവ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ കെയർഫുൾ ആയേ പറ്റൂ. വില്ല് വ്യാജമാണെന്ന് തെളിഞ്ഞാലേ നിസാര കേസൊന്നുമല്ല. അവനും പിള്ളേരും ഇവിടെ താമസിക്കുകയും ചെയ്യും, നമ്മൾ പുറത്താവുകയും ചെയ്യും. ഋഷി, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ആക്ച്വലി പ്രോബ്ലം എന്താണ്? പപ്പയും ചിറ്റപ്പനും തമ്മിലല്ല ഇഷ്യൂ. അതിൽ നമ്മുടെ ലൈഫിന് എന്താ റോൾ? എങ്കിൽ ചെന്ന് ഇറക്കി വിടും നിന്റെ ചിറ്റപ്പനെ. ചിറ്റപ്പനെ ഞാൻ എങ്ങനെ ഇറക്കി വിടും? ചിറ്റപ്പൻ ജനിച്ചു വളർന്ന വീടാണ്. ഞാൻ എങ്ങനെ ഇറങ്ങി പോവാൻ പറയും? നമ്മുടെ കല്യാണം മുടക്കാൻ ഇറങ്ങി തിരിച്ച് ജിമ്മിൽ വന്ന് നിന്റെ അടുത്ത് പറഞ്ഞ ആരാ? ഹിമ കളക്ഷൻസിലെ ജീവനക്കാരിയായ ആൻസി നമ്മുടെ സ്ഥാപനത്തിനുണ്ടാക്കിയ പേരുദോഷം എന്തൊക്കെയാണെന്നറിയോ? അവള് കാരണം എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയോ? സ്ഥാപനം പൂട്ടേണ്ട ഗതിയായി. ആ സ്ത്രീയും അവളുടെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അത് മമ്മിയോടും പപ്പയോടും ഞാൻ പറഞ്ഞോളാം. ഋഷി പ്ലീസ്. ഋഷി, നീ ഇതെങ്ങോട്ടാ ഋഷി? നീയും നിന്റെ പേരൻസും എന്റെ മമ്മിയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിന്നത്. എത്ര ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയെന്നറിയോ? ഋഷി, പക്ഷെ ഇതെനിക്ക് എന്നും പറഞ്ഞ് പാക്ക് ചെയ്ത് പോവാണോ? ഋഷി ഒന്ന് മനസ്സിലാക്ക് ഋഷി. പറ്റില്ല ഋഷി. മോനെ, നീ ഇവിടെ ഉള്ളതാ എനിക്കൊരു ആശ്വാസം. ഇവിടെ ഒരു കയ്യാളായിട്ടങ്ങ് കൂടാം. എന്താ ഋഷി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞാട്ടല്ലോ. നടക്കുന്ന കാര്യമല്ല, സൈറ്റിലെ കാര്യങ്ങളെല്ലാം സൈറ്റിൽ തന്നെ സംസാരിച്ച് പോയിക്കൊള്ളുക. അല്ലാതെ വേറെ ഒന്നും എന്നെ വിളിച്ച് സംസാരിക്കണ്ട. പപ്പ, ഞാൻ പോവാ. എവിടെ പോവാ? ആ സ്ത്രീ എന്റെ മമ്മിയുടെ ഡ്രീമായ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ മുഴുവൻ നശിപ്പിച്ച ആളാ. എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ നോക്കിയോൾ. ഞാൻ അവരോടൊപ്പം ഈ വീട്ടിൽ കഴിയണമെന്നാണോ? നോ, ഐ കാൺട്ട്. എനിക്ക് എന്റെ വീടുണ്ട്. ഋഷി മോനെ, നമുക്ക് ആലോചിക്കാം. അവരിവിടെ നിൽക്കില്ല. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എന്നാ അവർ ഇറക്കിയിട്ട് വിളിക്ക്, ഞാൻ വരാം. പല്ലവി, നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാറി കയറ്. ഋഷി, ഈ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മമ്മി, എനിക്ക് പല്ലവിയോട് വഴക്കുണ്ട് ഈ കാര്യത്തിൽ. ബിക്കോസ് ഐ ഡൗട്ട്. അന്ന് ഇവള് ചിറ്റപ്പനെ കാണാൻ വേണ്ടി പോയില്ലേ ബ്ലെസ്സിങ്ങിന്, എന്റെ അടുത്ത് പോലും പറയാതെ. ഇവക്ക് അവരുടെ സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇവളുടെ സപ്പോർട്ടില്ല വരവും പോക്കും അല്ല. ലക്ഷങ്ങളുടെ വക്കീലെന്നൊക്കെയാ പറയുന്നത്. ഇവള് പറയുന്നത് നടക്കില്ല ഇവിടെ. ആണോടി? നീ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത്രയും നാൾ കാണിക്കാത്ത ധൈര്യം അവനുണ്ടാവോ? ഞാൻ അവരെ പോയി കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ അവരോട് വന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവള് പോയി ഇളക്കി വിട്ടതാ. ഇവളും കൂടി ചേർന്നുള്ള പ്ലാനിങ് ആയതൊക്കെ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പോയി വിളിച്ചിട്ടാ വന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിനി അവരെ പറഞ്ഞുവിടാൻ പറ്റുമോ? ചിറ്റപ്പനെ പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരിക്കലും അത് പറയൂല. ഐ സ്ട്രോങ്ലി ബിലീവ് ദറ്റ് എനിക്ക് അതിന്റെ റൈറ്റ് ഇല്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചിറ്റപ്പനെ സപ്പോർട്ട് ചെയ്യാ. കാരണം ഞാൻ നേരിട്ട് കണ്ടതാ പുള്ളിയുടെ ലൈഫ്. ഈ കാര്യം പറഞ്ഞ് ആരും ഇനി ഇങ്ങോട്ട് വരണ്ട. നീ ഇവിടുന്ന് പോവാണെങ്കിൽ പൊക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ.
കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? ഞാൻ അന്നേ പറഞ്ഞതാ ഇവളെ നിയന്ത്രിക്കണോന്ന്. ഒന്നും കേട്ടില്ലല്ലോ. അനുഭവിച്ചോ? അപ്പൊ അടികലാശം തുടങ്ങി. അത് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്താ മോളെ, അവൻ പിണങ്ങിപ്പോയതാണോ? ചിറ്റപ്പനും ആൻസി കുഞ്ഞമ്മയും കാരണം ഋഷി ഇവിടുന്ന് പോയേ. പോട്ടെ മോളെ, നിന്റെ ഭർത്താവ് അവന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്, മോളും അവിടെയല്ലേ നിൽക്കേണ്ടത്. അതല്ലേ അതിന്റെ ശരി. ചിറ്റപ്പ, ഋഷിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടം. എനിക്കും അതാ ഇഷ്ടം. പപ്പയുടെയും മമ്മയുടെയും കൂട്ടി ഇവിടെ നിൽക്കാം. മോളെ, അത് നിന്റെ പപ്പയുടെയും മമ്മയുടെയും പദ്ധതിയാ. നിന്റെ ഭർത്താവിന്റെ കഴുത്തെ കയറിടാനുള്ള പരിപാടിയാ. ഇതൊന്നും പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവില്ല. വാ വിടുവള്ളി, കേറ്. അമ്മ, ഇതാണോ കിച്ചൺ? ആ, ഇതാണ് കിച്ചൺ. അമ്മ, ഹോംവർക്ക് ചെയ്യാനായിട്ട് സ്റ്റഡി ടേബിൾ ഇല്ല. അയ്യോ, അതാ റൂമിൽ വെച്ച് പൂട്ടിയല്ലോ നമ്മള്. അച്ഛനോട് പറയാം കേട്ടോ, എടുത്തോണ്ട് വരാനായിട്ട്. ഇവിടെ പോയി പാൽപാത്രം. അമ്മ, വിശക്കുന്നു. ആ, അതാ മോളെ നോക്കുന്നത് പാത്രം. പാല് തിളപ്പിക്കുന്ന പാത്രം എടുത്തിട്ടില്ല നമ്മള്. ഇവിടെയൊക്കെ പൊടിയാ മോളെ. നീ അപ്പുറത്തെ ചേട്ടന് മുറി കൂടെ പോയിരിക്കും കേട്ടോ. അമ്മ പാല് തിളപ്പിച്ച് ബിസ്ക്കറ്റുമായിട്ട് വരാം. ചെല്. ഈ പാത്രം എവിടെയാണോ വെച്ചത്, ഒരു പിടിയില്ലല്ലോ. എന്താ? ആ, പാല് ചൂടാക്കാനായിട്ട് പാത്രം എടുക്കാനായിട്ടോ. അതിപ്പോ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചതേ ഉള്ളൂ. ഞാൻ ചൂടാക്കിയിട്ട് കഴുകി വെച്ചു. എനിക്ക് വഴക്ക് കിട്ടുവോ? അതല്ല, പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പാലെങ്കിലും ഒന്ന് ചൂടാക്കി കൊടുത്തോട്ടെ. പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വഴക്ക് കിട്ടൂ. ഞാനിത് കഴുകി തരാം. അതെ, ഈ വീട് നിങ്ങൾക്കും കൂടി അർഹതപ്പെട്ടതാ. അത് വിട്ടുകളയരുത്. ലതേ, 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 എന്താ മേഡം? ഒരു ചായ ഇട്ടോണ്ട് മുകളിലേക്ക് വാ. മേഡം, അല്ല പാത്രം. പാത്രം? നീ എന്താടി ഇവിടെ? അവസാനം അടുക്കള വന്ന് കേറിയോ? പിള്ളേർക്ക് പാല് കൊടുക്കാനോട്ട് പാത്രം എടുത്തതാ. അപ്പൊ നീ വാടകയ്ക്ക് താമസിച്ചെടുത്ത് എങ്ങനെയാ? വല്ലവന്റെയും പാത്രം എടുക്കുവോ? കഷ്ടം. ഇങ്ങനെ നാണമില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? ഇവരുടെ ചരിത്രം അറിയാവോ ലതയ്ക്ക്? അറിയാം. പിന്നെന്തിനാ പാത്രം എടുത്തു കൊടുത്തേ? അയ്യോ, അവര് പറഞ്ഞിട്ടല്ല. ഓ, അപ്പൊ നീ അധികാരം കാണിക്കാൻ കയറിയതാ? ഒറ്റ സാധനത്തിൽ തൊട്ടു പോകരുത് ലതേ. ഇവിടെ ഇതിനകത്ത് കയറ്റാനുണ്ടല്ലോ, നിന്റെ പണിയായിരിക്കും പോകുന്നത്. നിനക്കൊക്കെ നാണോ മാനോ ഉണ്ടോടി? മനുഷ്യജന്മത്തിൽ പറഞ്ഞതാണോ? എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കേറി വന്നത്? ഒരു മിണ്ടാ പൂച്ച. നീ എന്തിനാടി ഇങ്ങനെ വാരി ചുറ്റി നടക്കുന്നത്? എന്ത് മറയ്ക്കാനാ? നിന്റെ ഈ പൂമേനെ കാണാത്തവരായിട്ട് ആരുമില്ല ഈ നാട്ടില്. നാണം കെട്ടവള്. ആരെങ്കിലും വിളിച്ച് ഏതെങ്കിലും നാട്ടിൽ പോടി, ഞങ്ങളെ നാണം കെടുത്താതെ. അല്ല, ഈ ശരണ്യമൂർത്തി നീ എങ്ങനെ കൈക്കലാക്കിയത്? അയാൾക്ക് പ്രായമായില്ലേ? അതെ,
ചെറുപ്പക്കാര് ജൂനിയേഴ്സിനെ പിടിച്ചാലും മതിയല്ലോ, നല്ല മിടുക്കന്മാരല്ലേ. ആ അത് നേരാ. ആ ഡേവിഡും സുരേഷും ഒക്കെ കിങ്ങികളാ. എടി, പെണ്ണ് ഗതികെട്ട ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ചത്തു കളയണം. അതാ ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞ പോലെ ഗതികെട്ട പെണ്ണങ്ങ് ചത്തു കളയണം. പക്ഷെ അതിനു പോലും പറ്റാത്ത ഗതികേട്ടില്ല ഞാന്. നിങ്ങളൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മറയ്ക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്, അതിനുള്ള പണം ധാരാളമുണ്ട്. മാനവും മാനക്കേടും ഒക്കെ നിങ്ങൾ പണം കൊണ്ടങ്ങ് മൂടും. എനിക്കത് പറ്റില്ലല്ലോ. പക്ഷെ എനിക്കൊരു ശരിയുണ്ട്. ആ ശരിക്ക് വേണ്ടി ഞാൻ നിൽക്കും. അതിന്റെ അങ്ങേയറ്റം വരെ പോവുകയും ചെയ്യും. അത് തെളിയിച്ചിട്ട് ഞാനിങ്ങ് വരും. അപ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ കാണണം. നീ തെളിയിക്കടി. ചെല്ല്. മുഖ്യമന്ത്രിയും DGP ഒക്കെ നിന്റെ കുടുംബക്കാരല്ലേ? മനസാക്ഷിയുള്ള ഒരുപാട് പേരുണ്ട് ചേട്ടാ ഈ ലോകത്ത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത തിരിച്ചറിവുള്ള ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് ഇവിടെ. അവര് മനസ്സിലാക്കിക്കോളൂ ആൻസിയെ. അത് നിന്റെ സ്വപ്നം മാത്രമാടി. ഇനി ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എന്റെ ഭർത്താവുണ്ട് എന്നെ മനസ്സിലാക്കാൻ. എനിക്കത് മതി. കാണാം അവളുടെ ഒരു ഭർത്താവ്. അവളുടെ നെകളിപ്പ് കണ്ടില്ലേ? അവൻ ഇവിടെ തള്ളിപ്പറഞ്ഞ വീഡിയോ നമുക്ക് ഇപ്പൊ ഒന്ന് കാണിച്ചാ മതി. നിങ്ങളുടെ തലയിൽ ഞാൻ പറഞ്ഞില്ലേ ചാണകമാണെന്ന്? വെറുതെയാ. ചാണകമല്ല, ചേറാ. വെറും ചേറ്. ചിറ്റപ്പന് ഈ ഡിസിഷൻ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ഞങ്ങളിവിടെ വന്നത് ഋഷിക്ക് ഇഷ്ടായില്ലല്ലേ? സോറി, മനഃപൂർവ്വം അല്ല കേട്ടോ. പല്ലവി വന്ന് കണ്ടതല്ലേ ഞങ്ങളുടെ അവസ്ഥ. അവർ ഞങ്ങളുടെ മുഖം നോക്കി ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഐ ക്യാൻ ഗസ്. പോയതിനു ശേഷം പിന്നെ ഋഷി വിളിച്ചായിരുന്നോ? ഇത് പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊന്നും ഇല്ല. ഞങ്ങൾ കാരണം പല്ലവിയുടെ ജീവിതം തകരരുതെന്ന് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എനിക്ക് അവനെയും അവനെന്നെയും അറിയാം. എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങളിവിടെ താമസിക്കുന്നതിൽ പപ്പയ്ക്കും അമ്മയ്ക്കുള്ളത് ടെൻഷനാ അവന്. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഋഷിക്ക് എന്നെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അവരുടെ സ്ഥാപനത്തിന്റെ ഇമേജ് കളഞ്ഞ ആളല്ലേ. പല്ലവി ഇപ്പൊ ആ വഴിയിൽ ചിന്തിക്കാത്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊക്കെ ചിന്തിച്ചാ പ്രോബ്ലോ? ചിറ്റപ്പന്റെയും മക്കളുടെ അവസ്ഥ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. പല്ലവി, പല്ലവി, നീ ഇതിനകത്ത് കയറിയിരിക്കാണോ? ദേ, അവന്റെ ഫോണാ ഹോൾഡ് ചെയ്തിരിക്കാ. വാ ഇങ്ങോട്ട്. എന്താ ഈ നാശങ്ങൾ കാരണോ നിന്റെ ജീവിതം തകർന്നത്? എന്നിട്ട് വീണ്ടും അവിടെ കയറി നിൽക്കുന്നു. സംസാരിക്കാം അവനോട്. ഞാൻ എന്തു പറയാനാ? ഇവളുടെ ഭർത്താവിനെ ഇവിടുന്ന് ഇറക്കി വിടാന്ന് അവനോട് അങ്ങ് പറ. എനിക്ക് പറ്റില്ല മമ്മി. ചിറ്റപ്പനെ ഫാമിലി ഇറക്കി വിട്ടിട്ട് ഋഷി അങ്ങനെ താമസിക്കണ്ട. ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങളുടെ ലൈഫ് കൊളാവുന്നേ കൊളായിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഞാനും ഋഷിയും തമ്മിലുള്ള പ്രോബ്ലം കൊണ്ടല്ല ഇതിങ്ങനെ ആയത്. പപ്പയുടെ മമ്മിയുടെ ആക്രാന്തോ. എടി, നിനക്ക് കാര്യങ്ങൾ അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ. അവന്റെ അമ്മ വിളിച്ച് എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചോണ്ടിരിക്കുക. നീ നാണം കെടുത്തല്ലേ? നീ അങ്ങോട്ട് സംസാരിക്ക. എന്നിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ. സംസാരിക്ക്, പിടിച്ചങ്ങോട്ട് സംസാരിക്ക് വേഗം. ഋഷി, എനിക്കൊന്നും പറയാനില്ല. ഇവിടുന്ന് ഇറങ്ങേണ്ടത് നമ്മളാണ്. ഞാൻ നിൽക്കേണ്ടത് നിന്റെ വീട്ടിലാ. ചിറ്റപ്പ പറഞ്ഞതാണ് ശരി. നീ വന്ന് വിളിക്കും, ഞാൻ വരാം. നീ നിന്റെ ഇഷ്ടത്തിന് അവനെ കല്യാണം കഴിച്ചത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതങ്ങ് അവസാനിപ്പിക്കാനുള്ള വഴി നോക്കിയാലുണ്ടല്ലോ, അവൻ ഇവിടെ തന്നെ താമസിക്കും. നീ ഇനി ഈ പടി കയറിയാലുണ്ടല്ലോ, വാ ഇങ്ങോട്ട്. മമ്മി ഒന്ന് പോ മമ്മി. വിടു മമ്മി. പറയുന്ന അനുസരിക്ക് പല്ലവി. വരാൻ. ആൻസി, ആൻസി, പിള്ളേര് ഉറങ്ങിയോ? അവര് കിടന്നു. സ്വസ്ഥമായിട്ട് ഇനിയൊന്ന് കിടന്നുറങ്ങാം സ്വന്തം വീട്ടില്. ഏതൊക്കെ വാടക വീട്ടില് എവിടെയൊക്കെ അലഞ്ഞു നമ്മള്. ആനന്ദിനെങ്കിലും സ്വസ്ഥത കിട്ടുന്നുണ്ടല്ലോ, നല്ല കാര്യം. എനിക്ക് സമാധാനമുണ്ട്. ഇപ്പോ മാസാമാസം വാടക അന്വേഷിക്കണ്ട, ഹൗസ് ഓണറെ ഇറക്കി വിടുമെന്നുള്ള ഭയം വേണ്ട. എന്റെ മക്കൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഓടി കിടക്കാനുള്ള സ്ഥലം. ഇനി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ബോംബെക്ക് പോകേണ്ടി വന്നാലും നീയും കുട്ടികളും ഇവിടെ സുരക്ഷിതരാണെന്ന് എനിക്കറിയാം. തീർന്നോ? ഇനി തീർന്നില്ലെങ്കിലേ അത് അവനവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് വിചാരിച്ചാൽ മതി.
മനസ്സിലായില്ല. അനന്തൻ എന്താ ഉദ്ദേശിച്ചേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉം? ആ രാജ്മോഹൻ പറയുന്നതും കേട്ട് CMന്റെ ഓഫീസിൽ, DGPയുടെ ഓഫീസിൽ, ഇനി അവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പുറകെയാണെന്ന് ജീവിതം തൊലക്കണോ? ജീവിതം തൊലയ്ക്കാനോ? ഇനി ഇതാണ് എന്റെ ജീവിതം അനന്തു. കുറെ മുമ്പേ താഴെ നിങ്ങളുടെ ഈ വീട്ടില് അടുക്കളയിലൊന്നും ഞാൻ പോയായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന പാക്ക് ചെയ്ത സാധനങ്ങളില്ലേ, അതിനകത്ത് പാൽപാത്രം ഇല്ലായിരുന്നു. അതെടുക്കാൻ വേണ്ടി താഴെ ഒന്ന് പോയതാ. അവിടെ നിൽക്കുന്ന ജോലിക്കാരി അവരെന്നെ നോക്കുന്ന എങ്ങനെയെന്നറിയോ? നിങ്ങളുടെ ചേട്ടത്തിയമ്മ അവരെന്റെ അടുത്ത് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന എങ്ങനെയെന്ന് അനന്തുന്നറിയോ? ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് അനന്തു. അപ്പൊ എനിക്കിത് തെളിയിച്ചേ പറ്റൂ. എനിക്കിങ്ങനെ അഭിമാനം കേട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. അമ്മൂമ്മ പറയാറുള്ള ഒരു ചൊല്ല ഓർമ്മ വരുന്നത്, അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയ കിടക്കൂലെന്ന്. എന്താണെന്ത് പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇത് അറിഞ്ഞോണ്ട് പറഞ്ഞാണോ അതോ അബദ്ധത്തിൽ വായിന്ന് വീണതാണോ? രണ്ടായാലും അർത്ഥം ഒന്നുമില്ല. ആൻസി എന്നെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇവിടെയുള്ളവർ ജനിച്ചപ്പോൾ മുതൽ എന്നോട് ഇങ്ങനെയൊന്നുമല്ല പെരുമാറിയിരുന്നത്. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത രീതിയിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ അവർ എനിക്ക് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്തു. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ ഞാൻ പിഴച്ചവളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കേസായിട്ട് അതിന്റെ പുറകെ കിടക്കാന്ന് വെച്ചാൽ ഒന്നാലോചിക്ക്. അത്യാവശ്യമുള്ള കാര്യമാണോ? സത്യത്തിൽ നല്ലൊരു കുടുംബജീവിതം, മനസമാധാനമായിട്ട് ആ ഒരു ജീവിതം അതല്ലേ വേണ്ടത്? ഒന്ന് ആലോചിക്കാൻ സി. ആൻസി, നിന്നെ മനസ്സിലാക്കേണ്ടത് ഞാനാ. ഞാൻ ആ കടമ നിർവഹിക്കുന്നുണ്ടല്ലോ. പല സ്ത്രീകൾക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് ഓർക്കണം ആൻസി. അതിനുവേണ്ടി ഞാൻ അനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ട്രെയിൻ അത് ആലോചിക്കണം. പല സ്ത്രീകൾക്കും ഇതിനു മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. അവരാരും ഞാനല്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ല. അതിനുവേണ്ടി സ്വന്തം സ്വസ്ഥതയും ഭർത്താവിന്റെ സ്വസ്ഥതയും ജീവിതവും നശിപ്പിച്ചിട്ടില്ല. ശരിയാണോ എന്ന് ആലോചിക്ക്. ആൻസിക്കിപ്പോ ഒരു ശരി മാത്രമേ ഉള്ളൂ. എന്താ ആ ശരി മാത്രമേ എനിക്കിപ്പം മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ കളിമണ്ണല്ല. എങ്കിൽ പോ. ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോടുകൂടെ പോ. തെളിയിക്കും. ഞാൻ ഇവിടെ നിന്ന് തന്നെ തെളിയിക്കും. എന്റെ ശരി തെളിയിക്കാനേ എനിക്ക് കുടുംബ മഹിമയുടെ ഒന്നും ആവശ്യമില്ലാണെന്തോ. ആ നാണക്കിടങ്ങ് അവരങ്ങ് സഹിച്ചോട്ടെ. ഇനി ഈ പ്രൊജക്ട് ഒന്നും പോവാതെ എന്റെ കൂടെ നടക്കേണ്ടി വരും എന്നുള്ള ടെൻഷനിലാണ് അനന്തു ഈ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാനതങ്ങ് സഹിച്ചോളാം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് അനന്തു. ഈ നാണോ മാനം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഉള്ളതാ. ആനന്ദ, യാത്രക്ക് റെഡി ആയില്ലേ ഇതുവരെ? റെഡിയായി സർ. തൻ്റെ വീട്ടിലെന്താ വിശേഷം? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് മാറിയായിരുന്നു. താനും വൈഫ് ഇപ്പോൾ ഒരുമിച്ചാണോ താമസം? അതെ. എന്തുവാടോ ഇത്? ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് വീഡിയോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ നാട്ടുകാരെ പറ്റിക്കല്ലേ അത്? ഒരു മിനിറ്റ്. സാർ, അത് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, പേഴ്സണൽ ലൈഫിന് ബാധിക്കില്ല എന്നല്ലേ പറഞ്ഞത്? എടോ, എന്നാലും കുറച്ച് കോമൺ സെൻസ് വേണ്ടേ മിസ്റ്റർ അനന്തൻ? കുറച്ച് ദിവസങ്ങളിൽ മാറി നിൽക്കി. നിങ്ങൾ
അവരോട് അവരെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. സാറേ അത് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ആ എന്തായാലും താൻ ബോംബെക്ക് വാ, എന്നിട്ട് ആലോചിക്കുക എന്ത് വേണമെന്ന്. പിന്നെ കോൺട്രാക്ട് മെയിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് വായിച്ചേക്കണോ അത്? ഓ ശരി ശരി. ഓക്കെ എന്നാ.